ഇപ്പോൾ സമയം രാവിലെ 8:30 ആയിട്ടുണ്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഇനി ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങൾ സന്ദർശിക്കാനായിട്ട് പോവുകയാണ്. ഇതാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ച റെസ്റ്റോറൻറ്റ്. ഇത് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ ഇതാണ്, വൗ ഹോട്ടൽസ്. റെയിൽവേ സ്റ്റേഷന് 2.1 കിലോമീറ്റർ അകലെയായിട്ടാണ്. നല്ല ഹോട്ടലാണ്. നടന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഒരു കോട്ടയുടെ മുന്നിലാണ്. ഇത് ബീജാപ്പൂർ കോട്ടയുടെ ഒരു ഭാഗമാണ്. ബീജാപ്പൂർ കോട്ട 10 കിലോമീറ്ററായിട്ട് വ്യാപിച്ച് കിടക്കുന്നൊരു കോട്ടയാണ്. കോട്ടയുടെ ഭാഗങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നശിച്ച രീതിയിൽ നമുക്കിപ്പം കാണാനായിട്ട് കഴിയും. ഇതൊരു വലിയ കമാനമാണ്. ഇതിൻ്റെ പേരാണ് ഫാസ്രി കമാൻ. കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ കമാനമാണ്. വലിയൊരു കമാനമാണ്. സാധാരണ കമാനങ്ങളൊക്കെ ചെറുതാണ്. അപ്പോൾ 2 ബസ്സൊക്കെ ഒരുമിച്ച് പോകാൻ പറ്റുന്ന രീതിയിലുള്ള കമാനമാണ്. അപ്പോൾ അന്നത്തെ രാജാക്കന്മാരുടെ റോഡൊക്കെ നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. അത്രയ്ക്ക് വലിയ റോഡായിരുന്നു കാണുമല്ലോ. അതുകൊണ്ടല്ലേ ഇത്രയും വലിയ കമാനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കമാനം കടന്നിട്ട് വേണം ഞങ്ങൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ അസർ മഹലിലേക്ക് പോകാനായിട്ട്. ഞങ്ങൾ നടന്നാണ് വന്നിരിക്കുന്നത്. നടക്കാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ ഹോട്ടലിൽ നിന്നും. ഇവിടെ കുറേ ബസ്സുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ദീർഘദൂര ബസ്സുകളാണ് അതെല്ലാം, പ്രൈവറ്റ്. ഇപ്പോൾ അസർ മഹലിൻ്റെ അകത്താണുള്ളത്. വലിയൊരു കോമ്പൗണ്ടിലാണ് അസർ മഹൽ സ്ഥിതി ചെയ്യുന്നത്. ആയിരത്തി 646 മുഹമ്മദ് ആദിൽ ഷാ ആണ് അസർ മഹൽ നിർമ്മിച്ചത്. ഇതൊരു കോടതി ഹാളായിട്ടാണ് ഉപയോഗിച്ചിരുന്നത് അന്നത്തെ കാലത്ത്. പ്രവാചകൻ്റെ താടിയിൽ നിന്നുള്ള രോമങ്ങൾ സൂക്ഷിക്കാൻ ഈ കെട്ടിടം ഉപയോഗിച്ചിരുന്നു. ഇപ്പോഴും അവിടെ അതുണ്ടെന്നാണ് വിശ്വാസം. വിശാലമായ കോമ്പൗണ്ടാണ് ഇവിടെ. വിശാലമായ കോമ്പൗണ്ടിൻ്റെ നടുക്കായിട്ടാണ് ഈ മഹൽ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ മുന്നിലൊരു ടാങ്കുണ്ട്, വാട്ടർ ടാങ്ക്. അതിൽ 3 ടാങ്കാണുള്ളത്. 2 എണ്ണം ഇടതും വലതും ഉള്ളത് ചെറുതും, നടുക്കുള്ളത് വലുതുമാണ്. ഈ ടാങ്കിൻ്റെ മധ്യഭാഗത്തുള്ള ടാങ്കിന് ഏകദേശം 15 അടി താഴ്ചയുള്ളതാണ്. മറ്റ് 2 ടാങ്കുകൾ വളരെ ചെറുതാണ്. ഈ വെള്ളം ഇവിടെ കെട്ടിക്കിടപ്പുണ്ട്. വെള്ളത്തിൽ ഇതിൻ്റെ അസർ മഹലിൻ്റെ നിഴൽ നമുക്ക് പ്രതിബിംബം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ ഈ സ്ഥലം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്. ഇതൊക്കെ ഈ കാണുന്നതൊക്കെ തന്നെ പല സ്ഥലത്തും പൊളിഞ്ഞു കിടക്കുന്ന എല്ലാം തന്നെ ബീജാപ്പൂർ കോട്ടയുടെ ഭാഗങ്ങളാണ്. ബീജാപ്പൂർ കോട്ട 10 കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപിച്ച് കിടക്കുന്നൊരു കോട്ടയാണ്. ആ കോട്ട ഇപ്പം ഒന്നുമില്ല. അവിടെ ഇവിടെ കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രം കാണാനായിട്ട് കഴിയും, അത്രയേ ഉള്ളൂ. ഇതും ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്. അസർ മഹലിനോട് ചേർന്നാണ്. കമാനത്തിൽ കൂടെ നമുക്ക് റോഡിൽ ഇറങ്ങിപ്പോകാം. അവിടെ ഇതൊക്കെ ഇപ്പം പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇതിന് മേൽക്കൂരയൊക്കെ ഒന്നുമില്ല. ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ നിൽക്കുന്നത് തന്നെ അപകടകരമാണ്. ഇവിടെ ഒരു വലിയൊരു തടി വാതിലുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വാതിലാണ്. ഇതുവരെ അത് നശിച്ചിട്ടൊന്നും പോയിട്ടില്ല. അതിൻ്റെ വീതി നോക്കും. അതിൻ്റെയൊക്കെ ഇതിലെ കൂടെ നേരെ നമുക്ക് റോഡിലോട്ട് പോകാം. ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ ആ ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. അസർ മഹലിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. ഇത് 2 നില കെട്ടിടമാണ്. മുകളിലത്തെ മുറികളൊക്കെ ഉണ്ട് മുകളിൽ. അങ്ങോട്ടൊന്നും പ്രവേശനം ഇപ്പോൾ ഇല്ല. അങ്ങനെ പ്രവേശനമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ കയറി അതൊക്കെ നാശമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് കൊടുക്കാത്തത്. അപ്പോൾ താഴെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇത് തടിയാണ്, ഈ തൂണ്. ഇവിടെ സ്ത്രീകൾക്ക് ഈ സ്ഥലത്തൊന്നും പ്രവേശിക്കാൻ അനുവാദമില്ല. അതിൻ്റെ വെളിയിൽ കോമ്പൗണ്ടിൽ മാത്രമേ നിൽക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഇവിടെ എല്ലാ വർഷവും ഈ സ്ഥലത്ത് ഉത്സവം നടത്താറുണ്ട്, ഉറൂസ് നടത്താറുണ്ട്. അസാധ്യമായൊരു ഘടന എന്നാണിത്.
ഇവിടെയാണ് പ്രവാചകൻ്റെ താടിയിൽ നിന്നുള്ള രോമങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം. ഇവിടെ ബന്ദോബസ്താക്കി വെച്ചിരിക്കുകയാണ് റൂം. ഇത് പുറത്തെടുക്കാനായിട്ട് കിടത്തെടുത്ത് കഴിഞ്ഞാൽ വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്.